Good evening, everyone. Assalamu alaikum. Welcome to CML Infotech. Today we are talking about routing from CCNA. As we know, routing means sending data from one network to another network. To do that, either we need layer 3 switch, multi-layer switch, or router. The router we mainly focus to interconnect with different location. ഒരു നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷൻ അകത്ത് നമ്മളൊരു സ്വിച്ചിങ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനിങ്ങിനകത്ത് ആക്സസ് സ്വിച്ച്, കോർ സ്വിച്ച്, സെർവർ ഫാം സ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്യും. എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 2 കോർ സ്വിച്ച് interconnected, then core switch to server farm switch interconnected, then കുറേ ആക്സസ് സ്വിച്ചുകൾ, ചിലയിടത്ത് 2 ആക്സസ് സ്വിച്ച് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലയിടത്ത് ഒറ്റ ആക്സസ് സ്വിച്ച് മാത്രം ഉണ്ടാവും. എന്നിട്ട് ആക്സസ് സ്വിച്ച് ടു കോർ സ്വിച്ച് ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ടാവും. ആക്സസ് സ്വിച്ച് ടു കോർ സ്വിച്ച് ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇവിടെ എഡ്ജ് PC, ലാപ്ടോപ്പ്, എഡ്ജ് ഡിവൈസുകൾ, ഇവിടെ സെർവേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് ഈ ആക്സസ് സ്വിച്ചിനകത്ത് എക്സാമ്പിൾ ഇവിടെ നമുക്ക് ലെറ്റ്സ് സേ IP ഫോൺ ഉണ്ടാവാം, സിസ്റ്റം ഉണ്ടാവാം, ഡിഫറെൻറ്റ് VLANs ഉണ്ടാവാം. എഡ്ജ് അല്ലെങ്കിൽ ആക്സസ് സ്വിച്ചിനകത്ത് വരുന്ന എഡ്ജ് ഡിവൈസിന്റെ ഡിഫറെൻറ്റ് VLANകൾ, ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകൾ എല്ലാം റൗട്ട് ചെയ്യുന്നത് കോർ സ്വിച്ച് വഴിയാണ്. എല്ലാ എഡ്ജ് ഡിവൈസിന്റെയും ഗേറ്റ് വേ കോർ സ്വിച്ചിനകത്താണ് ഉണ്ടാവുക. സോ ഈ കോർ സ്വിച്ച് ഇവിടെ ആക്ട് ചെയ്യുന്നത് MLS, മൾട്ടി ലെയർ സ്വിച്ച് ആയിട്ട് റൗട്ട് ചെയ്തിട്ട്. സോ within the access switch, when you send a traffic from one system to another system within the VLAN, ഇത് ആക്സസ് സ്വിച്ചിൽ വെച്ച് തന്നെ റൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ആക്സസ് സ്വിച്ച് വെച്ച് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ ഒരു VLAN വേറൊരു VLAനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ, അപ്പം ആ ട്രാഫിക്കുകളൊക്കെ ഒരു ആക്സസ് സ്വിച്ചിന്റെ ഒരു VLAനിലുള്ള ട്രാഫിക് അതേ ആക്സസ് സ്വിച്ചിലോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്സസ് സ്വിച്ചിലോ ഡിഫറെന്റ് VLAനുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ഗോ വയ ലെയർ 3. ഇത് നമ്മുടെ ഒരു എൻവയോൺമെന്റിൽ, ഒരു ഓഫീസിലെ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ആണിത്. ഇതിൽ സെർവേഴ്സ് നമ്മുടെ എഡ്ജ് ഡിവൈസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് VLAN ആണെങ്കിൽ കോർ സ്വിച്ച് വഴി. അപ്പൊ ഇവിടെ നമുക്കൊരു മൾട്ടി ലെയർ സ്വിച്ചസ് അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ച് വെച്ച് റൗട്ട് ചെയ്യുന്നു. സോ ദോസ് റൗട്ടിംഗ് വിൽ ബി അപ്പിയർഡ് വിത്തിൻ ദെയർ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ദെയർ ഡിസൈൻ. ഇനി ഇതേ ഡിസൈൻ തന്നെ നിങ്ങളുടെ ഒരു ഓഫീസിനകത്ത് കുറേ സ്വിച്ചുകളും കുറേ നെറ്റ്വർക്കുകളൊക്കെ ഉണ്ട്. വേറെ ഒരു ലൊക്കേഷൻ, വേറൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ വേറൊരു കൺട്രി, മറ്റേതെങ്കിലും ലൊക്കേഷനകത്ത് നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡർ വഴി റൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റൗട്ടർ വേണം. ഒരു നെറ്റ്വർക്ക്, ലെറ്റ്സ് സേ ഇതൊരു നെറ്റ്വർക്കാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് മേ ബി കോർ സ്വിച്ച് ഉണ്ടാവാം, സെർവർ ഫാം സ്വിച്ച് ഉണ്ടാവാം, ആക്സസ് സ്വിച്ച് ഉണ്ടാവാം. ദിസ് ലൊക്കേറ്റഡ് ടു ലെറ്റ്സ് സേ ബാംഗ്ലൂർ. You have a similar set of network outside your cable reachable. Let's say maybe you have another network in Chennai or another network out of India. Then you will be approaching to get the interconnection via your ISP. Let's say you're connected to local ISP, maybe BSNL or Vodafone, whatsoever. Then it goes to your destination router, and this destination router you will connect it to their respective ISP. Okay, then the ISP to ISP, they have interconnection. So when you have your network which are far away from the cable reachability,
then you are going to approach the router. Then you do routing between routers. So we are going to learn about how can you perform a routing by using a router. So let's say this all we discussed on the last day. Fine. So here first we're gonna introduce the router. So you have a router, one router. This is the symbol of the router. The router generally contain three set of interfaces. When you talk about switch, we always say is that ports. F0/1, first port, second port, third port. When you talk about router, we always say is that interface. So what is the difference between ports and interface? Even for the switch, sometimes a switch port we consider as interface. In a simple way, so you have a router with a symbol and you also have a switch. So this is the switch. In the switch, every port or that we call as a port. So let me look into. So let's say I'm going to use this design. So here, let's say you have a switch 2960 and you have 3560 switch and you have one router, example 2621XL. So the switch 2960 or let's say 3560 switch, if I click a switch, you can see a hole. This is we call as a port. This port sometimes we referred as an interface. So what's the difference between ports and interface? When this specific into example F0/1, when this port is acting as a layer 2 function, like just do switching, just do send a frame, just communicate within the LAN. ഒരു സ്വിച്ചിന്റെ ഒരു പോർട്ട് ജസ്റ്റ് ലെയർ 2 ഫംഗ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ പോർട്ട്. ഒരു സ്വിച്ചിന്റെ പോർട്ടിലേക്ക് നമ്മൾ സിസ്റ്റം കണക്ട് ചെയ്തു. ഇതിലേക്ക് നമ്മളൊരു രണ്ട് സിസ്റ്റം കണക്ട് ചെയ്യുവാണ്. ഈ രണ്ട് സിസ്റ്റവും സെയിം നെറ്റ്വർക്ക് ആണ് എങ്കിൽ ഈ സിസ്റ്റം കണക്ട് ചെയ്ത ലെറ്റ്സ് സേ F0/1 ആൻഡ് F0/2 ഈ രണ്ട് പോർട്ട് ഈ സിസ്റ്റം കണക്ട് ചെയ്ത് അതൊരു സിംഗിൾ നെറ്റ്വർക്ക് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് പോർട്ടിന് സ്വിച്ച് പോർട്ട് എന്ന് പറയും. അതേസമയം ഈ സ്വിച്ചിന്റെ ഈ പോർട്ട് F0/1 നമ്മളൊരു IP സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ ലെയർ 3 പോർട്ട് അല്ലെങ്കിൽ റൗട്ടഡ് പോർട്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്റർഫേസ് എന്നും പറയും. ഒരു സ്വിച്ചിന്റെ ഒരു പോർട്ടിന് MAC അഡ്രസ് ബേസ് ചെയ്തുകൊണ്ട് അതായത് ഒരു ലെയർ 2 ഫംഗ്ഷൻ ആണ് ആ പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് സ്വിച്ച് പോർട്ട് അല്ലെങ്കിൽ പോർട്ട്. അതേ പോർട്ട് നമ്മളൊരു ലെയർ 3 പോർട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനൊരു IP അഡ്രസ് കൊടുക്കുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർഫേസ്. ഒരു റൗട്ടറിന്റെ എല്ലാ ഇന്റർഫേസും ജനറലി IP അഡ്രസ് ആണ് ഡിഫൈൻ ചെയ്യുക. അതുകൊണ്ട് ഒരു റൗട്ടറിന്റെ പോർട്ടുകളെ നമ്മൾ അതിനെ ഇന്റർഫേസ് എന്ന് പറയും. നിങ്ങൾ ഈ ഒരു റൗട്ടർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം F0/1 F0/0. ഇത് നമ്മൾ LAN ഇന്റർഫേസ് ടുവേഴ്സ് ടു എ സ്വിച്ച് എന്ന് പറയും. ഇനി ഇതിനകത്ത് നമുക്ക് ഈ WAN ഇന്റർഫേസ് ആഡ് ചെയ്യാം. ലെറ്റ്സ് സേ WAN ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ഇന്റർഫേസ്. ഈ സീരിയൽ ഇന്റർഫേസിനകത്ത് നിങ്ങൾക്ക് 60 ഹോൾ കാണാം. അതിനെ നമ്മൾ 60 എന്നാണ് പറയുക. അതായത് DB60. D means shape of the connector like a D. B means baseband technology. 60 means it has a 60 hole or 60 pin. ഇനി
അപ്പോൾ നമുക്കൊരു റൗട്ടർ ഇവിടെ വന്നു. ഇതേപോലെ നമുക്കൊരു റൗട്ടറും കൂടെ വയ്ക്കാം. സോ ലെറ്റ്സ് സേ we have a second router. Let me remove the switch. So this is our one switch. This have a two system, and we have a one router. Let's say this is called R1. Or we can put it as CML R1. This is, we can put it as CML switch 1. And we have another router, another switch, and another router. So let's say this is my second switch, and we have two more systems. And this is CML switch 2, and we have router which is called CML R2. And this is located in example, we can say this is we'll remove this. Okay, then we'll put this like this, and we can put this like this. Okay, so now this is, let's say, India, or we can consider as a Bangalore, BLR. And this is, we can consider as Chennai. We have an office in Bangalore as well as in Chennai. So these two systems in my local area network connected to F0/1 and F0/2. And this is again F0/1 and F0/2. And this system is example 10.0.0.1 10.0.0/8 network. And this is, let's say, 20.0.0/8 network. When I have a two network in two different location, and if I wanted to communicate between them, which I cannot pull the cable, let's say if I have a choice, I can pull the cable from directly here to here, but I cannot because they are physically located in different location. So in this case, I will approach ISP to have a connection. To get the reachability via ISP or SP, service provider, maybe BSNL, Vodafone, Airtel, whoever it is, I need to have a router, which means I'm sending a traffic from one network 10 to another network 20. To do this, I need a layer 3 connection, which is called router. So this router should have two set of interface, one towards to the LAN and one towards to the WAN. The WAN interface, we call it as a serial. You can see here serial DCE and serial DTE. As long as we don't have an ISP here, we will be considered we by ourselves as an ISP. So we'll pull the cable directly, which is called dedicated internet or dedicated connection. നമുക്കൊരു ISP ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഒരു കണക്ഷൻ വലിച്ചിട്ട് സോ വിൽ കൺസിഡർ ദിസ് പോർഷൻ ഇസ് അവർ ഓൺ ISP. സോ ലെറ്റ്സ് സേ അപ്പൊ അതിന് നമുക്ക് ഇവിടെ ഒരു വാൻ ഇന്റർഫേസ് വേണം. ഈ റൗട്ടർ നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ വിത്തിൻ ദ റൗട്ടർ you have a LAN interface which is Ethernet, but you don't have a WAN interface, which is called WIC, WAN interface card. You need to put WAN interface card here. So you have WAN interface card and LAN interface card. So you have to connect between them. So let's say, let me connect to
let me do the connection from router to switch, which is my LAN interface. I have a two LAN interface, so I can put F00 to let's say port number 3, and here F00 to port number 3, and here I have so let's say S00 S01. So in the router you have one slot. This is we call it as slot, and this is we call it as a sub slot. Here this slot we call as a 0, and this slot again is a sub slot within the main slot. Let's say this is 0 and this is 1, and we are adding serial into that serial interface. So this will considered as serial interface, then the main slot, then the sub slot S00, and this will considered as serial. The main slot is called 0 and the sub slot 1, and sometime you can refer like S0 S0/0/1, which means the main slot, sub slot, then the sub interface in that. So in our design, what you can see here in the router, you can see here 1T, which you can consider this is main slot, and here you can have a 2 sub slot. So this we added serial interface with 1T, WAN interface card 1. So in our design, you have one router and you have second router. And here you have your LAN network. This is called switch. And you have two systems connected and two systems connected. Two systems connected. This is your switch. Let's say this is your port number 1, port number 2, port number 1 and port number 2. Now, to send your traffic from this LAN, let's say 10x network, to your 20 network, because of a different network and different location, you placed a router in your office and you placed your destination office, a router in your destination office. Now, you will pull the UTP or copper cable to your switch, and this port we call it as F0. Let's say this we call it as F0. F means fast Ethernet, 0. Why we refer this as F00? Because you can see in your router, you can see that you have 0001. So we get the connection from 00, Ethernet 00, which is fast Ethernet 100 Mbps. So we pull the cable from 00. So here, if you put the connection, or you can see that F00, let's say this is F00 and this is F01, and this system IP, let's say 10.0.0.0.3/8. When this system sending data to another network, this system will forward it to its gateway. So here in our network, the gateway means our layer 3 point. As long as we have a 2960 as a layer 2 switch, we, in order to send a traffic to the next network, we will point F0/0 as is our gateway. അതായത്
എൻ്റെ 10003 എന്ന് പറയുന്ന PC1 നിന്നും ഒരു ട്രാഫിക് വേറെ നെറ്റ്വർക്കിലേക്ക് പോകണമെങ്കിൽ PC1 അതിൻ്റെ ഗേറ്റ് വേയിലേക്ക് അയക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത് R1ന്റെ F00 വിച്ച് ഈസ് അവർ ഔട്ട് ഗോയിങ് പോയിന്റ്. സോ ഇവിടെ നമ്മളൊരു IP കൊടുക്കണം. ആ IPയെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യും. എക്സാമ്പിൾ 1. സാധാരണ രീതിയിൽ ഒരു നെറ്റ്വർക്കിന്റെ ആദ്യത്തെ IPയോ അവസാനത്തെ IPയോ ആണ് നമ്മൾ ഗേറ്റ് വേ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. എന്ന് വെച്ചാൽ ഈ 10001 എന്ന് പറയുന്നത് നമ്മുടെ F0/0യുടെ IP. അതേപോലെ ഇവിടെ നമുക്ക് ലെറ്റ്സ് സേ 20.0.0.2/8 then 20.0.0.1 എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് വേ. അതേപോലെ ഇത് 20.0.0 let's say this is 2 and the gateway is 20.0.0.1. so ഇതിൻ്റെ IP വന്നിട്ട് 20.0.0.3 20.0.0.1 ഗേറ്റ് വേ. ഈ പോയിന്റ് വന്നിട്ട് F0/0. നിങ്ങൾ അതിൻ്റെ മേലെ മൗസ് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ കാണാൻ വേണ്ടി പറ്റും. If you put the mouse here, you can see that interface name. So this IP 20.0.0.1. You can assign any IP address, but this area will be considered as one network. So same way here 10.0.0.2/8 is the IP of PC0 and 10.0.0.0.1 is the gateway. Now we need to assign IP address to PC0. So just click the PC0. So let's say PC0. Then you can go to desktop, set an IP 10.0.0.2, gateway 10.0.0.1. This is your first system IP. Then your second system IP, PC1, 10.0.0.3, gateway 10.0.0.1. So we assign an IP address and gateway to the system. Now we'll go to PC2. Desktop. This is actually 20.0.0.2 and 20.0.0.1 is the gateway. Then then we'll go to system, then click PC3. PC3 IP address 20.0.0.3 and gateway 20.0.0. Now we assign an IP address to, let's say this is my 20.0.0.3. Let me try to ping, check the IP config to 20.0.0.3. Let me ping to 20.0.0.2. I can ping because they are the same network. Let me ping to 10.0.0.2. I cannot because the reason my 10.0.0.2 is far away from my 20.0.0.2 because they are the different location. Now the remaining task for us, we have to assign an IP address to our LAN interface and to make sure that your system can reach to your gateway. Then you need to have your WAN interface connection. Generally, in a real scenario, this router will be connected to your ISP, but we don't have ISP here, so we will put the direct connection. So we have a choice that either we can connect our WAN interface connection. So this is our LAN interface connection. Either we can use our WAN interface connection via serial interface, or you can use an Ethernet interface. The difference depends upon the WAN technology that you are selecting. This is, we call it as our LAN technology, which are Ethernet. The same way, when you're approaching your ISP to have your technology to connect to your destination, you have to tell them that what WAN technology that you required. നിങ്ങളൊരു WAN interface connect ചെയ്യുവാണെങ്കിൽ, router to router, which different location connect ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ISP-നോട് പറയണം ഏത് type of WAN technology ആണ് നിങ്ങൾക്ക് വേണ്ടത്. Example, you have PSTN, which are old. You have, let's say,
PSTN, ISTN, frame relay, leased line, ATM, then or X.25, which are outdated. Then you have VPN, you have MPLS, you have MPLS VPN, you have set of different technology. You have SD-WAN. So based on what technology that you are selecting between to connect in your source and destination, you will be using respective interface. Let's say for the frame relay, we're going to use serial interface. So we can learn serial, then we can learn about the MPLS and other technology which are using Ethernet. So let's say we're going to use serial interface between them. So let's say S000 and S0/1. Why I referred S00 and S01? If you look into your physical design, this router, you can see that you have a serial 00, which means here in the interface, we have used serial connection, S0. So let me go to the CLI, and you can put Control C here, enable like a switch, then show IP interface brief is the command to see your interface's status. You can see here you have a two interface, S00 or S01, and you have Ethernet. We utilized fast Ethernet 00 for connecting to our LAN. We can also use serial 00 for connecting our WAN interface. So we will be using S0 to S01. And here there is another concept called DCE and DTE. It's nothing but when you connect your real scenario, your router will be connected to your ISP or a service provider, and the service provider will give you the speed. What is the speed that you require? 2 Mbps, 1 Mbps, like that. But here, when you connect directly, you need to define the speed by yourself. So when you connect the cable by itself will have a DCE and DTE, so that the DCE side where you are connecting will provide the speed. We call it as a clock rate. The cable where the DCE end, if you're connecting to, let's say, your R2, router 2 side, then if your cable with the DCE, if you're connecting to your R2 side, then you need to put the speed. If I connect the DCE side of the cable connected to R1 side, then you need to put the speed on this side, on the R1 side. When you have a DCE on R1 side, automatically the other side will come or will be detected as a DTE. So let us check here. You can see the cable. Then you can see here the red cable, which is serial. So let's say you can see that there is a cloak design called DCE, and this is DT. If I'm taking DCE here, if I'm clicking the DCE cable, then I go to R1, then you can see serial 00. Then I'm going to connect serial 01. My R1 side will be automatically become DCE. You can see a clock because I selected DCE on the R1 side. Okay. Now we need to do a configuration. So let's say, how are we planning for the configuration? We need to put an IP address here. Example, let's say 25.0.0.1/8. As long as we don't have ISP in our side, we need to put the same IP address on the other side, 25.0.0.2. And here the clock speed, clock rate, which is 64 kbps, which are 64 kbps, one side. So let me
tell you the configuration status. We'll look into the notepad. Hope you can see my notepad. CML R1 enable config T. Let me increase the font size a little bit more. Config T, host name CML R1. Interface, which is a shortcut of interface F0/0, which is my LAN interface of R1. IP add is the command for the IP address 10.0.0.1 space, then the subnet mask of that interface. Then we need to make the interface up by giving no shut. No shutdown is the full command. If I put shutdown, the interface will be down. Interface F0.0.0, IP address 25.0.0.1 to 55.0.0.0. Then I need to put the speed clock rate 64,000, no shut, exit. So this is the R1 configuration. I entered to Ethernet interface F00, assign the IP address. Then the enter to the serial interface, assign the IP address. This is for the R1 configuration. Same way I need to do for R2 as well. Let's say R2, host name R2, F0/0, 20.01, S01, 25.0.0.2, and no need clock rate because clock rate is applicable only on DCE end. The simple format for configuring, copy, go to R1, then paste, right click, paste. You're done with your configuration. To see that, just give a do show run. You can see here you configured your Ethernet interface, then you configured your serial interface. Or else you can configure by manually. Go to R2, let's say, go to R2, Control C. Then you need to access your R2 router. This is your R2. Either you can do in the notepad, then copy paste, or you can type by manually. Config T, host name CML R2, interface F00, IP address 20.0.0.1 to 55.0.0.0, no shut, exit. The moment when you put no shut, the interface will become up. So what we done? Config T, we entered to interface F0/0, we assigned the IP address, we put no shut, exit. The same way, go to S0/1, IP address 25.0.0.2 to 55.0.0, no shut. The moment when you put no shut, then your interface become up now, exit. Do right, saving command. Now, show IP int brief, the command to see the IP address. You can see now that you have Ethernet interface with the 20.0.0.1 and your WAN interface have 25.0.0.2. From R2, you can ping to 20.0.0.1 and you can ping to your system. So let us try from R2, ping 20.0.0.1, which is your gateway. You can see that each one is one packet. So the way you can send 5 packet and out of 5 all you received. So 100% success rate. You can ping to your system 20.0.0.2. Then you can ping to 20.0.0.3, which is your LAN interface. Also you can ping 25.0.0.2 and 25.0.0.1. Why we said 25.0.0.1? If you look into your design, this R2
can ping to 20.0.0.1 and all your LAN IP, LAN interface, because until 20.0.0.1 is your LAN. Then you can ping to your 25.0.0.2, which is your WAN interface. Also, you can ping to 25.0.0.1 because these are in the same network. But you cannot ping from R1 to your LAN interface because they are different network. So you need to address from your router. The router can ping to where, and the router can ping or cannot ping. ഒരു റൗട്ടറിൽ നിന്ന് ആ റൗട്ടറിന്റെ ഏതൊക്കെ ഇന്റർഫേസിലേക്ക് പിങ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഇന്റർഫേസിലേക്ക് പിങ് ചെയ്യാൻ പറ്റില്ല. So based on that, we'll address how can we enable routing. So by looking into this design, what we learned until now, by connecting the physical connection and assigning an IP address to the interface of the router. On a router, every interface of the router will represent different network. Like you have a two interface here. So this is we call as WAN interface, and this is we consider as a LAN interface. The LAN interface and WAN interface have a different set of IP address where you can ping to your LAN and WAN. So let me know if you have any concern about today's session. Just we assign an IP address to the router and given the physical connectivity. Hope you understand, enjoy the session today. So thank you from CML Infotech. Have a good time. If you have any concern or any doubt, feel free to reach us. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. Inshallah. Thank you. Have a good time.